മൈസൂരു KSRTC അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിവരങ്ങളുമായി ചേതൻ കൂടി ചേരുന്നുണ്ട്. ചേതൻ, ഈ കഴിഞ്ഞ ദിവസമാണ് ഈ അപകടമുണ്ടായത്. ഇപ്പോൾ മരിച്ചവരുടെ ഈ KSRTC അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങളൊക്കെ അവരുടെ വീടുകളിൽ എത്തിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്താണ് നിലവിൽ അവിടെ നിന്നുള്ള വിവരങ്ങൾ? മൈസൂരു KSRTC അപകടത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഇപ്പോൾ വീട്ടിലെത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കർണാടക ബിഡ്തിയിലാണ് KSRTC സൂപ്പർ ഡീലക്സ് ബസ് മറിഞ്ഞ് ഡ്രൈവറും കണ്ടക്ടറും മരിച്ചത്. സംഭവത്തിന് പിന്നിൽ ഡ്രൈവറുടെ വിശ്രമമില്ലാത്ത ജോലിയും സിംഗിൾ ഡ്രൈവർ ഡ്യൂട്ടി എന്ന ആക്ഷേപവും വലിയ രീതിയിൽ ഉയർന്നിരുന്നു. ബസ് ഡ്രൈവർ മിഥിലേഷ് ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് സൂചന. താൽക്കാലിക ജീവനക്കാരനായ മിഥിലേഷിനെ തുടർച്ചയായി ഡ്യൂട്ടിക്കിട്ടത് അപകടത്തിന് വഴിവെച്ചെന്നാണ് ഉയരുന്ന ആക്ഷേപം. വിവരങ്ങളുമായി ചേതൻ കൂടി ചേരുന്നുണ്ട്. ചേതൻ, അപ്പോൾ ഈ അപകടത്തിൽ മരിച്ച മലയാളികളുടെ മൃതദേഹങ്ങൾ വീട്ടിലെത്തിച്ചതായാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് നിലവിലെ വിവരം? അതെ മിഥില, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ മൈസൂരിലുണ്ടായ KSRTC ബസ് അപകടത്തിൽ മരിച്ച മിഥിലേഷിൻ്റെ വീട്ടിലാണ്. ഇത് മിഥിലേഷ് കോഴിക്കോട് വെള്ളയിൽ സ്വദേശിയാണ്. മിഥിലേഷിൻ്റെ വീട്ടിലെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ദുഃഖം നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. നിരവധി പേരാണ് മിഥിലേഷിൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തുന്നത്. മിഥിലേഷിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും നാട്ടുകാരും മറ്റ് സഹപ്രവർത്തകരും എല്ലാവരും ഇങ്ങോട്ടേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് പ്രധാനമായും ഇവിടെ നിന്ന് പങ്കുവയ്ക്കാനുള്ളത്. ഈ ആമുഖത്തിൽ അവന്തിക സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു സിംഗിൾ ഡ്രൈവർ ഡ്യൂട്ടിയാണ് ഇത്തരത്തിലേക്ക് ഒരു അപകടത്തിലേക്ക് വഴിതെളിച്ചതെന്നാണ് പൊതുവെയുള്ള ഉയരുന്ന ആക്ഷേപം. അത് പരിശോധിക്കുന്നുണ്ട്, രണ്ട് രീതിയിൽ പരിശോധിക്കുന്നുണ്ട്. ഒന്ന്, ഈ കർണാടക പോലീസിൻ്റെ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് സമാന്തരമായി പുരോഗമിക്കുന്നുണ്ട്. മറ്റൊന്ന്, KSRTCൻ്റെ വകുപ്പുതല അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് പുരോഗമിക്കുന്നുണ്ട്. ഇത്തരത്തിൽ അപകടത്തിൽ നിരവധി പേർക്കാണ് പരിക്ക് പറ്റിയത്. അവരുടെ മൊഴിയെടുത്താൽ മാത്രമേ എന്താണ് ഈ അപകടത്തിലേക്ക് നയിച്ച കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തത കൈവരികയുള്ളൂ. നിലവിൽ ഇത്തരത്തിൽ സിംഗിൾ ഡ്രൈവർ ഡ്യൂട്ടിയാണ് ഇത്തരത്തിലൊരു അപകടത്തിലേക്ക് നയിച്ചതെന്ന വിലയിരുത്തലാണ്. അതായത് വിശ്രമമില്ലാതെ മിഥിലേഷിനെ ഡ്യൂട്ടിക്ക് പെട്ടു എന്ന കാര്യമാണ് പ്രധാനമായും അറിയാൻ സാധിക്കുന്നത്. അതിനെക്കുറിച്ച് ചില സൂചനകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, അതായത് ഇന്നലെ, അതായത് ശനിയാഴ്ച രാവിലെയാണ് ഇത്തരത്തിൽ മൈസൂരു ബംഗളൂരു ദേശീയപാതയിൽ അപകടം സംഭവിക്കുന്നത്. തൊട്ട് തലേ ദിവസം മിഥിലേഷിന് മൈസൂർ ഡ്യൂട്ടിയായിരുന്നു. അതായത് വെള്ളിയാഴ്ച വൈകിട്ടാണ് കോഴിക്കോട് ഡിപ്പോയിൽ മൈസൂർ ട്രിപ്പ് കഴിഞ്ഞ് മിഥിലേഷ് എത്തുന്നതും പിന്നീട് ഉടൻ തന്നെ മിഥിലേഷിനെ വീണ്ടും അന്ന് രാത്രി 9:30 ബാംഗ്ലൂരു ട്രിപ്പിലേക്ക് പറഞ്ഞു വിട്ടു എന്നാണ് പ്രധാനപ്പെട്ട ഉയരുന്ന ആക്ഷേപം. മതിയായ വിശ്രമം പോലും ലഭിച്ചില്ല. കടുത്ത ക്ഷീണവും ഒരുപക്ഷെ ഉറങ്ങിപ്പോയതാകാമെന്ന കാര്യമടക്കമാണ് ഇത്തരത്തിലൊക്കെ ഒരു അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ജൂൺ 26-ന് KSRTC എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ സർക്കുലർ പുറത്തിറക്കിയിരുന്നു. അതുപ്രകാരം ദീർഘദൂര സർവീസുകൾക്ക് പരിചയസമ്പന്നരായ സ്ഥിരം ഡ്രൈവർമാരെ ഡ്യൂട്ടിക്കിടണമെന്നാണ് KSRTCയുടെ ചട്ടം. KSRTC എക്സിക്യൂട്ടീവ് ഡയറക്ടർ പുറത്തിറക്കിയ മാർഗരേഖ. അല്ലാത്ത പക്ഷം താൽക്കാലിക ജീവനക്കാരുടെ സീനിയോറിറ്റി മാനദണ്ഡമാക്കി ഡ്യൂട്ടി നിശ്ചയിക്കണമെന്ന് കാണിച്ച് കഴിഞ്ഞ ജൂൺ 26-ന് KSRTC എക്സിക്യൂട്ടീവ് ഡയറക്ടർ സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു. മിഥിലേഷ് ജോലിക്ക് കയറിയിട്ട് ഏകദേശം ഒരു വർഷത്തോളമായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും ഇത്തരത്തിൽ സീനിയോറിറ്റി മറികടന്നാണ് ജൂനിയറായ ഒരു വ്യക്തിയെ ഇത്തരത്തിലേക്ക് ഒരു ദീർഘദൂര സർവീസിലേക്ക് വിശ്രമം പോലും അനുവദിക്കാതെ തള്ളിവിട്ടത് എന്നാണ് ഉയരുന്ന പരാതി. ഇതുമായി ബന്ധപ്പെട്ട് കുടുംബത്തിൻ്റെയൊക്കെ വരും മണിക്കൂറുകളിൽ കുടുംബത്തിൻ്റെയൊക്കെ പ്രതികരണം തേടാമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇവർ ഈ സാഹചര്യവുമായി പൊരുത്തപ്പെട്ടിട്ടില്ല. കുടുംബം സ്വാഭാവികമായും വരും മണിക്കൂറുകളിൽ അവരുടെ പ്രതികരണം ലഭ്യമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പരിക്ക് പറ്റിയ മറ്റ് ആശുപത്രി കിടക്കുന്ന മറ്റുള്ളവരുടെ മൊഴി പുറത്തു വന്നാൽ മാത്രമേ ഇത്തരത്തേക്ക് അപകടത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തത കൈവരികയുള്ളൂ. അവന്തിക, ഈ മിഥിലേഷ് ഉറങ്ങിപ്പോയതാകാം കാരണമെന്ന് പറയുന്നുണ്ട്. അതായത് ഈ ലോങ് റൂട്ടൊക്കെ നമ്മൾ ഓടുന്ന ഒരു സാഹചര്യത്തിൽ സാധാരണ 2 ഡ്രൈവർമാരെ നിയമിക്കാറുള്ളതാണ്. ഈ ഇടയ്ക്ക് വെച്ച് ഡ്രൈവർ മാറിക്കയറുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ മിഥിലേഷിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് വിശ്രമമില്ലാത്ത ഒരു ജോലിയാണ്
തലേ ദിവസം റൂട്ട് ഓടി വന്ന് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം അടുത്ത ശനിയാഴ്ച തന്നെ വീണ്ടും ദീർഘദൂര സർവീസിൽ കയറേണ്ടി വന്നൊരു സാഹചര്യമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ അധികൃതരുടെ ഭാഗത്ത് നിന്നുള്ള എന്തെങ്കിലും പ്രതികരണം എന്തെങ്കിലും ലഭ്യമായിരുന്നോ? ഇല്ല, ഈ ഘട്ടം വരെ ഈ കെ എസ് ആർ ടി സിയിലെ കോഴിക്കോട് ഡിപ്പോയിലെ അധികൃതരുടെ പ്രതികരണം ലഭ്യമായിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നിന്ന് മന്ത്രി CP ജോണിൻ്റെ പ്രതികരണം, ഗതാഗത മന്ത്രി CP ജോണിൻ്റെ പ്രതികരണം വന്നിരുന്നു. അദ്ദേഹം വളരെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. അത് ഏറെ വേദനാജനകം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു ഹ്യൂമൺ എററാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞത്, ഇതൊരു ഈ ഡ്രൈവർ കം കണ്ടക്ടർ സിസ്റ്റം അത് നിയമമല്ല, നിയമം മൂലം ലീഗലി ബൈൻഡ് അല്ല, എങ്കിൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുമെന്ന വാക്കുകളാണ് കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് നിന്ന് ഗതാഗത മന്ത്രി CP ജോൺ പറഞ്ഞിരിക്കുന്നത്. ഈ ദുരന്തത്തെ വളരെ നിസ്സാരവൽക്കരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ മിഥിലേഷിൻ്റെ കുടുംബത്തെ പറ്റി പറയുകയാണെങ്കിൽ 2 മക്കളാണ്, ഒരാണും ഒരു പെണ്ണും. 4 വയസ്സും 3.5 വയസ്സും മാത്രമുള്ള പ്രായമാണ്. ജീവിതം എന്താണെന്ന് അറിഞ്ഞ് തുടങ്ങുന്ന മുമ്പേ അച്ഛനെ നഷ്ടപ്പെട്ട 2 മക്കളാണ് ഈ വീട്ടിൽ ഉള്ളത് എന്നാണ് ഏറെ നമ്മളെ വേദനിപ്പിക്കുന്നത്. ഒപ്പം തന്നെ ഭാര്യ ഈ സമീപത്തെ ലാബിലാണ് ജോലി ചെയ്യുന്നത്. അത്ര സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബമല്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഈ വിയോഗ വാർത്ത അറിഞ്ഞ് ഇങ്ങോട്ടേക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ വരുന്ന നാട്ടുകാരെയും ബന്ധുക്കളെയും സഹപ്രവർത്തകരെയൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. ഓരോ മണിക്കൂറുകൾ കൂടുമ്പം കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 7 മണിയോടുകൂടിയാണ് മിഥിലേഷിൻ്റെ മൃതദേഹം ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് നാട്ടിലേക്ക് എത്തിച്ചത്. ഒരു പക്ഷേ 9:30, 10 മണിയോട് തന്നെ സമീപത്തുള്ള വെസ്റ്റ് ഹില്ലെ ശ്മശാനത്തിൽ ഈ ശവസംസ്കാര ചടങ്ങുകൾ നടക്കുന്നതായിരിക്കും. അവന്തിക, ഈ കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഈ മിഥിലേഷിൻ്റെ ബന്ധുക്കളുടെ ഭാഗത്ത് നിന്നോ അത്തരത്തിൽ എന്തെങ്കിലും പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ ഈ അപകടം നടന്നതിന് ശേഷം? ഇല്ല മിഥുല, നമ്മൾ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ടേക്ക് വന്നിരുന്നു. പക്ഷേ അവരൊക്കെ വല്ലാതെ ഷോക്കായിരുന്നു. കാരണം തീരെ പ്രതീക്ഷിക്കാത്ത വിയോഗമാണ് സംഭവിച്ചിരിക്കുന്നത്. അതിനൊക്കെ ഒരു ഞെട്ടലാണ്. അവരാരും ഈ ഘട്ടത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് നമ്മൾ ഇപ്പോഴും ഇവിടെ വന്നപ്പോൾ അവരുടെ പ്രതികരണം തേടി. എങ്കിൽ കൂടി അവരത്ര ഈ മിഥിലേഷിൻ്റെ വിയോഗമായി ഈ പൊരുത്തപ്പെട്ടിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിലൊരു ഔചിത്യക്കുറവുള്ളതുകൊണ്ട് മാത്രമാണ് ഈ മണിക്കൂറുകളിൽ നമ്മൾ ഈ കുടുംബത്തിൻ്റെ പ്രതികരണം തേടാത്തത്. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ കുടുംബം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത്, ഈ ഓവർ ഡ്യൂട്ടിയാണോ ഇത്തരത്തിലേക്ക് അപകടത്തിലേക്ക് നയിച്ചതെന്ന കാര്യങ്ങളടക്കമും ബന്ധുക്കളിൽ നിന്ന് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവന്തിക, ശരി, ചേതനാണ് വിവരങ്ങൾ നൽകിയത്.